10 സെന്റിൽ ചെയ്യാനായിട്ട് നമുക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ എനിക്ക് 17 ലക്ഷം രൂപ ചിലവ് വന്നു. ഇതിൽ മുടക്കിയ പൈസ പോയി അത് തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പട്ടിണി വരത്തില്ല. ഞാൻ ഈ ഫിഷറീസിൻ്റെ 1-2 ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തപ്പം അവർ പറഞ്ഞ അനുസരിച്ച് നോക്കിയാൽ ഭയങ്കര ആവേശകരമായ, പക്ഷേ അത്ര ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. സന്തോഷമുള്ള കൃഷിയാണ്, അതാണ് അതിൻ്റെ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ കളയണം, അതാണ് നമ്മൾ ആ ഒരു സന്തോഷത്തിന് നമ്മുടെ ഒരു വില കൊടുക്കേണ്ടി വരും. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇത്തരം പൈസ മുടക്കിയിട്ട് നമ്മൾ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുകയാണ് ഒരു ചെറിയ കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി. ഇദ്ദേഹം ഹൈഡ്രോപോണിക്സിൽ മത്സ്യകൃഷി നടത്തുന്ന ഒരാളാണ്. ഏതാണ്ട് 4-5 വർഷമായിട്ട് ഇദ്ദേഹം ഈ ഹൈഡ്രോപോണിക്സിൽ തന്നെ മത്സ്യകൃഷി നടത്തുകയും പച്ചക്കറി കൃഷി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചെറിയ രീതിയിലൊരു പശു ഫാമുണ്ട്, പിന്നെ മൃഗപരിപാലനമൊക്കെ ഉണ്ട് അല്ലേ. നമുക്കൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു കൃഷി വിളകൾ, അതായത് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ഷാജി എന്നാണ്. ഇപ്പോൾ 4 വർഷമായിട്ട് ഈ മത്സ്യകൃഷിയുണ്ട്, കന്നുകാലികളുണ്ട്, താറാവുണ്ട്, അതുപോലെ 50 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിൽ എല്ലാവിധ കൃഷികളും, അത് കുറച്ച് കൊക്കമുണ്ട്, ഏലമുണ്ട്, ജാതിയുണ്ട്, എല്ലാം കുറച്ച് എല്ലാ കൃഷികളും ഉണ്ട്. ഓക്കെ. ഈ ഹൈഡ്രോപോണിക്സ് എങ്ങനെയുണ്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത മത്സ്യം കഴിക്കാം, നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കാം, ഒപ്പം നമുക്ക് നല്ല മത്സ്യം ജനങ്ങൾക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും. അത് 6 മാസം കൊണ്ട് ഏതാണ്ട് നമ്മൾ 2 കുളത്തിലായിട്ട് 8,000 മത്സ്യങ്ങളെ ഇടുന്നത്. 8,000 മത്സ്യങ്ങളെ 6 മാസം കൊണ്ട് പിടിക്കുമ്പം നമ്മുടെ ഫിഷറീസൊക്കെ പറയുന്നത് 6 മാസം കൊണ്ട് 1/2 കിലോ ഒരെണ്ണം വരുമെന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ 1/2 കിലോ വരുന്നതുണ്ട്, 400 ഗ്രാം വരുന്നതുണ്ട്, അതിൽ താഴെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഒരേ വലിപ്പമാണെങ്കിൽ ഏകദേശം 1/2 കിലോ അടുത്തൊക്കെ വരുന്ന സ്ഥിതിയാണുള്ളത്. ചെയ്യുന്ന ഇപ്പം ചെയ്യുന്ന നമ്മൾ ഗിഫ്റ്റ് തിലോപ്പിയാണ്. നമ്മൾ എന്തേരം സ്ഥലത്താണ് ചെയ്യുന്നത് ഈ ഹൈഡ്രോപോണിക്സ് ചെയ്തേക്കുന്നത്? ഇപ്പോൾ ചെയ്യുന്നത് ഇത് 10 സെൻറ്റ് ഉണ്ട്. 10 സെൻറ്റ് പച്ചക്കറിയും മത്സ്യവും എല്ലാം കൂടെ. 10 സെൻറ്റ് ചെയ്യാൻ എത്ര രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് മൊത്തം? 10 സെൻറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ എനിക്ക് 17 ലക്ഷം രൂപ ചിലവ് വന്നു. 17 ലക്ഷം. അതിൽ സർക്കാരിൽ നിന്ന് നമുക്ക് 5,40,000 രൂപ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം. എന്നാലും ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി നമുക്ക് ചെയ്താൽ അത്രയും പ്രോഫിറ്റബിൾ ആണോ ഇത്? 10 സെൻറ്റ് ഒക്കെ ഇതിൽ മുടക്കിയ പൈസ പോയി അത് തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പട്ടിണി വരത്തില്ല. നമുക്ക് എപ്പോഴും ആയാലും ആളുകൾ വന്ന് നമുക്കിവിടെ ഇതിൻ്റെ ഒരു ഒന്നിച്ച് പിടിച്ച് വിപണനം നടത്താൻ സാധ്യതയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ പൈസ ഒന്നിച്ച് നമ്മുടെ കയ്യിൽ വരില്ല എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് അടുത്ത് ഇതുപോലെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും ഒക്കെ ചെയ്തവർ പരാജയപ്പെട്ടു പോയ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതൊരു വലിയ സംഭവമായിട്ടൊക്കെ വന്നിരുന്നു, പക്ഷേ ആ ഒരു പ്രോത്സാഹനം പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സർക്കാർ മത്സ്യക്കുഞ്ഞുങ്ങളെ സബ്സിഡി ആയിട്ട് തരും, തീറ്റയ്ക്ക് സബ്സിഡി തരും, പക്ഷെ ഇതൊന്നും കൃത്യമായി നമുക്ക് എല്ലാ വർഷവും കിട്ടത്തില്ല. കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റും, പോയാൽ പോയി അത്രയേ ഉള്ളൂ. അത് ആ ഒരു സ്ഥിതിയാണ്. പിന്നെ ആളുകൾ നമുക്കിവിടെ ഇത് ഒന്നിച്ച് പിടിച്ചു കൊടുക്കാൻ ഒരു വിപണന സാധ്യത ഇല്ലാത്തത് കൊണ്ട് ആളുകൾ വന്ന് അവർക്ക് ഈ മത്സ്യം മേടിച്ച് കഴിക്കുന്ന ആളുകൾ ഒന്നാമത് ഇത് വെള്ളം ഫിൽട്ടർ ചെയ്യുക. ഈ പടുതാക്കുളത്തിൽ ഒരു അല്പം പോലും വേസ്റ്റ് ഇല്ലാതെ നല്ല മത്സ്യം, ഏറ്റവും ടേസ്റ്റുള്ള മത്സ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മേടിച്ച് ഒരു പ്രാവശ്യം കഴിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി മേടിക്കും. ഒന്നിച്ച് ഈ വിപണിയിൽ ഈ വേസ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് പോലെ അത് പിടിച്ച് 80 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ അത്തരം സിലോപ്പികൾ വിൽക്കുമ്പോൾ നമ്മൾ ഹൈടെക് രീതിയിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിപണന സാധ്യതയില്ല. ജനങ്ങളെ സംബന്ധിച്ചോളം നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ ഭൂരിപക്ഷ ആളുകളും ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. മാർക്കറ്റ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം അല്ലേ? ഇല്ല, നഷ്ടമൊന്നും വരില്ല. നിങ്ങൾക്ക് ഇത് വിറ്റഴിക്കാൻ പറ്റുന്നതേ ഇല്ല വിളവെടുക്കുന്ന സമയത്ത്? ഇല്ല, കഴിയുന്നില്ല. ഞാനിപ്പോൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ചൂണ്ട മേടിച്ച് വെക്കും. അപ്പോൾ ചൂണ്ടയിടാനുള്ള സൗകര്യം കൊടുക്കും ആളുകൾക്ക്, ഇവിടെ വരുന്നവർക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് 1 കിലോ മീൻ 2 കിലോ മീൻ മേടിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ അവർ ആവേശം മൂത്ത് 2, 3, 4 കിലോ ഒക്കെ ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മീൻ വിറ്റഴിക്കുന്നത്. അല്ലാതെ ഒരു മാർക്കറ്റ് ഇല്ലല്ലേ? മാർക്കറ്റ് ഇല്ല. അപ്പോൾ അതിനൊന്നും സർക്കാർ സഹായിക്കത്തില്ല? അങ്ങനെ ഒരു സഹായമില്ല. വളരെ നമ്മളിപ്പോൾ ഈ ലോണൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടത്തിലാണ് പോകുന്നത്. അതാണ് അതിൻ്റെ സ്ഥിതി.
ഇത് ലാഭം ഒരു കാരണവശാലും. നമ്മളെങ്ങനെ ഈ ഒരു അക്വാപോണിക്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ ഫിഷറീസിൻ്റെ 1-2 ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തപ്പം അവർ പറഞ്ഞ അനുസരിച്ച് നോക്കിയാൽ ഭയങ്കര ആവേശകരമായ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ 5000 മത്സ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ 2500 കിലോ മീൻ നമുക്ക് വിൽക്കാൻ കഴിയും. അത് 6 മാസം കൊണ്ട് വിളവെടുക്കാം, 1 വർഷം 2 വിളവെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പക്ഷേ അത്ര ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ സത്യം പറയണോ. ബാക്കിയുള്ള കൃഷിക്കാരെ നമ്മൾ പക്ഷേ സമാധാനമുള്ള കൃഷിയാണ്. നമുക്ക് എന്ത് ടെൻഷനോ പ്രശ്നങ്ങളോ എന്ത് ജീവിതത്തിലുണ്ടായാലും കുറച്ച് തീറ്റയൊക്കെ ആയിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ജീവിതത്തിൽ കൃഷി സന്തോഷം കൂടിയാണല്ലോ. അപ്പോൾ സന്തോഷമുള്ള കൃഷിയാണ്. അതാണ് അതിൻ്റെ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ കളയണം. അതാണ് നമ്മൾ ആ ഒരു സന്തോഷത്തിന് നമ്മുടെ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും. പിന്നെ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞത് മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ കാര്യം കർഷകന്റെ കാര്യമാണ്. കർഷകരുടെ കാര്യം വലിയ കഷ്ടമാണ്. മേടിക്കുന്നവർക്ക് നല്ല ഭക്ഷണം നല്ലതാണ്. ഞാൻ എപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. നമ്മുടെ കുളങ്ങളിൽ വളരുന്ന ഇതുപോലുള്ള വളരുന്ന മത്സ്യങ്ങൾ നമ്മൾ തീർച്ചയായും. പിന്നെ ഇതിന് തീറ്റ ഭയങ്കര ചിലവാണല്ലേ? തീറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പം മേടിച്ചു കൊടുക്കുന്ന തീറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴാണെങ്കിൽ ഏതാണ്ട് 110 രൂപ വില വരും 1 കിലോ തീറ്റയ്ക്ക്. അതിന് ശേഷം വരുമ്പോൾ അത് ഒരു 73 രൂപ വെച്ച് ഒരു 3 മാസം കൊടുക്കേണ്ടി വരും. പിന്നീട് ആകുമ്പോഴത്തേക്ക് അതൊരു 48 രൂപ 50 രൂപയിലേക്ക് വരും. അങ്ങനെ തീറ്റയ്ക്ക് വലിയ പൈസ ചിലവ് വരുന്നുണ്ട്. ഒരു കൃഷി ഇറക്കുമ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ഏതാണ്ട് 1 രൂപ അടുത്ത് തീറ്റയ്ക്ക് മുടക്ക് വരും. ഇതിപ്പോൾ എത്ര 4 വർഷമായിട്ട് ഇത് കൃഷി ഇറക്കുന്നുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തുപോയി ഇത്രയും ഒരു സംരംഭം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് തിരിച്ച് അങ്ങനെ നഷ്ടമായിട്ട് ലോണുണ്ടോ? ലോണുണ്ട്. അത് അടഞ്ഞു പോകുന്നു? അടയുന്നില്ല. അടയുന്നില്ലാത്തൊരു വലിയ ദുഃഖകരമായ സ്ഥിതിയുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കി ലോൺ അടയണം. ഫിഷറീസ് തന്ന ഒരു സമ്മാനമാണ് നമുക്ക്. സമ്മാനമാണ്. ഇതൊരു സമാധാനമുള്ള പരിപാടിയും കൂടിയാണ്. ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ വരുന്നൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഈ ഫംഗസൊക്കെ വരും. അങ്ങനെ നമുക്ക് മീൻ ചത്തുപോയി കഴിഞ്ഞാൽ അത് ഒരു സങ്കടം. ഇത് ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു സംരക്ഷണമില്ല. ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ആ റോഷൻ റിവർ ഫിഷറീസിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു 4000 മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് അവിടെ കണ്ടപ്പം കുഴപ്പമൊന്നും തോന്നിയില്ല. ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫംഗസ് ബാധിച്ചു. എൻ്റെ പകുതിയിൽ കൂടുതൽ മീൻ ചത്തുപോയി. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇപ്പം മീൻ കുഞ്ഞിന് കിടപ്പില്ല, ഒരു 30 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. 30 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടൻ ഞാൻ നല്ല കുഞ്ഞല്ലേ തന്നെയെന്ന് പറഞ്ഞു. നമ്മുടെ 4000 മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ട് അതിനൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. അത് നമുക്ക് അതിൻ്റെ നമുക്കൊരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു നഷ്ടമൊന്നും ഒരിടത്തൊന്നും കിട്ടത്തില്ല. പോയാൽ പോയി. അപ്പോൾ 4000 കുഞ്ഞ് പോകുമ്പോൾ അവിടെ നമ്മൾ അന്ന് ഞാൻ 6 രൂപ വില വെച്ചാ കുഞ്ഞിനെ മേടിക്കുന്നത്. 6 രൂപ വെച്ചെന്ന് പറയുമ്പോൾ 4 24. അത്രയും പൈസ നമ്മുടെ ഒറ്റയടിക്ക് അങ്ങ് പോവുക. 10-24,000 രൂപ ഒക്കെ പോയി നമ്മൾ കൃഷി ചെയ്ത് നമുക്കേ അതിന് ലാഭം പ്രാവശ്യത്തെ ലാഭം പോയി. ലാഭം പോയെന്നല്ല, കൃഷി തന്നെ പോയില്ലേ. ഒരു സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ പൈസ പിന്നീട് ഉണ്ടാക്കി മീൻ കുഞ്ഞിനെ എടുക്കാൻ പോകണമെങ്കിൽ ആരും കടം തരികയല്ലോ. പിന്നീട് നമ്മൾ ചിലപ്പോൾ നമ്മൾ 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയി പിന്നീട് എടുക്കുന്നത്. അങ്ങനെയൊക്കെ വരും. ഇതുണ്ടോ, അത് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കോരിയെടുക്കും. ഉള്ളുള്ളതുകൊണ്ടേ ഈ ഫിഷറീസ് പറയുന്ന ഫിംഗർ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടുന്നതാണ്. അവർ പോലും നമുക്ക് ഫിംഗർ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ തരികയില്ല. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തരുന്നത്. ഇതെന്തരം ഉണ്ട്? ഇത് 1/4 കിലോയ്ക്ക് മുകളിലുണ്ട്. ഈ ടൈപ്പുള്ളത് നമ്മൾ പിടിച്ച 1 കിലോ ആവും. എന്തരാവും ഇവർ പറയുന്നത്? അവർ 6 മാസം കൊണ്ട് 1/2 കിലോ പറയുന്നത്. 1/2 കിലോ. പിന്നെ എണ്ണം കുറച്ചിടുന്നതാണ് പെട്ടെന്ന് വലുതാകുന്നത്. ഇതിപ്പോൾ എനിക്ക് ഈ തവണ തിരുവല്ലയിലെ കിഴക്കേമല പോയാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത് സർക്കാരിൻ്റെ ഹാച്ചറിയിൽ നിന്ന്. അത് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ വരെയുള്ള കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എല്ലാം പല വലിപ്പത്തിലാണ് വളർന്നത്. ഇതിപ്പം ആവറേജ് നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് ഇതിനിപ്പം ലാസ്റ്റ് വരുന്നവർക്ക് വലിയ ഇത് പിറക്കി കൊടുക്കും. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ മറ്റേ നാടൻ സിലോപ്പിയ പോലെയല്ല ഇത്. നമുക്ക് കാണിക്കാം. ഈ ഒരു മുള്ളു മാത്രമേ കട്ടിയുള്ളതുള്ളൂ. ഈ ഇറച്ചിക്കകത്ത് കട്ടിയുള്ള മുള്ളില്ല. ഇറച്ചിക്കകത്ത് നല്ല കട്ടിയുള്ള ഇറച്ചി ആണ്. ഇതും അങ്ങ് ചെത്തി വിട്ടിട്ട് അടിയും ചെത്തി കളഞ്ഞിട്ട് ഈ തൊലി വേണം നമുക്ക് കൊടുന്ന് അങ്ങ് പൊളിച്ചെടുക്കാം. അത്രേ നന്നായി എടുക്കാം.
എന്തായാലും നമ്മൾ കഞ്ഞിക്കുഴിക്കാരൻ ഷാജി ചേട്ടൻ്റെ കൃഷി വിളകളും അദ്ദേഹത്തിൻ്റെ പരിചരണ രീതികളും ഒക്കെയാണ് പരിചയപ്പെട്ടത്. അദ്ദേഹം പ്രധാനമായിട്ട് ഈ അക്വാപോണിക്സിലുള്ള മത്സ്യകൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഉപജീവന മാർഗ്ഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ, അത്യാവശ്യം പൈസ ഉണ്ടാകുന്നുണ്ട്, അരി മേടിക്കാനുണ്ട്. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ, തീരെയല്ല. തീർച്ചയായും എനിക്കൊരു കാര്യം ഇത് ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്. തെറ്റാണെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞോണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്ന് വലിയൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് കാണിച്ച്, അല്ലെങ്കിൽ അതിനൊരു വലിയ പബ്ലിസിറ്റി നൽകി ഇതുപോലുള്ള ഒരുപാട് കർഷകർ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ് നല്ല മത്സ്യം കഴിക്കാം, അതുപോലെ ഒരു മനസ്സംതൃപ്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ നമ്മൾ ഇതിനു വേണ്ടി മുടക്കി അതിനുള്ളിൽ നിന്നുള്ള ഒരു വരുമാനം ഇതിൽ നിന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലേ. വരുമാനം നമുക്ക് വിപണന സാധ്യത ഉണ്ട്, വിപണന സാധ്യത, അതിനുള്ള ഒരു സഹകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. പോരാത്തിന് നാട്ടുകള മത്സ്യം വിൽക്കാനായിട്ട് നടത്തുന്ന സ്ഥാപനത്തിൽ മത്തിയ പോലെയുള്ള 60 രൂപയുടെ മത്സ്യം കൊണ്ട് വിറ്റാൽ 250 രൂപയുടെ ഗിഫ്റ്റ് തിലോപ്പിയ മേടിക്കാൻ ആരും വരില്ല. ആ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് സർക്കാർ വലിയ കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ നടത്തിപ്പിലെ പോരായ്മകളും കൊണ്ട് ജനങ്ങൾക്ക് വേണ്ട ഗുണം കിട്ടാതെ പോകുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും കടലുമായൊക്കെ ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് കടലിൽ എന്തൊക്കെയോ കപ്പലുകൾ മറിഞ്ഞ് വിഷമുണ്ടായി, മത്സ്യം കഴിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് മനുഷ്യർ ഇറച്ചിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ പോലും ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടുത്തെ കർഷകർക്കില്ല എന്നുള്ളത് സങ്കടം നിറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ കടൽ മത്സ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, അതിന് താരതമ്യേന നമ്മുടെ ശുദ്ധജല മത്സ്യത്തെ കഴിഞ്ഞ് ടേസ്റ്റ് കൂടുതലാണ് ചിലർ കഴിച്ചു വരും, അതൊക്കെ ഒരു സാഹചര്യമായിട്ട് കിടക്കുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന ശുദ്ധജല മത്സ്യങ്ങൾക്ക് ഒരു തരത്തിൽ പോലും വിപണി ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. പല കർഷകരും ഈ ഒരു മേഖലയിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള ചെറുകിട കർഷകർ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ ചെറിയ ഒരു കർഷകനാണ്, അദ്ദേഹം ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നത്. അതിൽ നിന്നൊരു ലാഭമോ വരുമാനമോ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മത്സ്യം വാങ്ങാൻ താല്പര്യമോ ഈ കഞ്ഞിക്കുഴി വഴി വരുന്ന സാഹചര്യത്തിൽ അല്ലേ വരുന്ന സമയത്ത് ഇവിടെ വന്നാണെങ്കിൽ ഈ ചൂണ്ടയിടാം, ഇതുപോലെ മത്സ്യം വേണമെങ്കിൽ വല വീശി പിടിക്കാം. പിന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ ഉണ്ടെന്ന് ഈ മേഖലയിലെ കൃഷിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും കഴിയും തീർച്ചയായും. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഷായിച്ചൻ്റെ. അപ്പോൾ ഷായിച്ചനോട് ബന്ധപ്പെടുക, ഇവിടെ വന്ന് മത്സ്യം പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ കമാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്.